സിനിമയുടെ അനുഭവം പോകുമ്പോൾ ഇന്ന് നമ്മൾക്ക് ആ സ്ട്രഗിൾ ഇല്ലെങ്കിലും പണ്ട് ഈ ലൈനിൽ നിൽക്കുമ്പോൾ പോലീസുകാർ ചൂരലിന് അടിക്കുമായിരുന്നു. ലൈൻ തെറ്റിക്കുന്ന ആളുകളാണ് അടിക്കുന്നതെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അടി കൊള്ളും. ഇങ്ങനെ മൈമൂൺ തിയേറ്ററിലും ആലുവ സീനത്തിലും ഒക്കെ ചൂരലിന്റെ അടി മാത്രമല്ല, ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ വിയറ്റ്നാം കോളനി ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു സിനിമ തീരുന്നത് വരെ, ആ ഷോ തീരുന്നത് വരെ 3 മണിക്കൂറിലധികം 4 മണിക്കൂറോളം നിന്ന് ടിക്കറ്റ് എടുത്ത അനുഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും സിനിമയുടേതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷമിപ്പിച്ചൊരു കാര്യം ആ ക്യാമ്പയിന്റെ ഇടയ്ക്കാണ് ആടുജീവിതം ഇറങ്ങിയത് എന്നുള്ളതായിരുന്നു. ആ സിനിമ കാണാൻ പറ്റിയില്ല ബിഗ് സ്ക്രീനിൽ എന്നുള്ളതായിരുന്നു. അതിനുശേഷം 2 സിനിമ കണ്ടു. പക്ഷെ സിനിമ എന്നും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് അറിയാത്തൊരു ഭാഷ പഠിപ്പിക്കുന്ന ഒരു മാധ്യമമാണ്. ഒരുപാട് സംസ്കാരങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു മാധ്യമമാണ്. ഇപ്പോ തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾക്ക് മനസ്സിലാകാത്ത ഒരു സിനിമയായിരിക്കും ഈ മായു അല്ല. ചെല്ലാനത്തെ ആളുകളുടെ ജീവിതവും സംസ്കാരവും അവരുടെ ഒരു മരണാനന്തര ചടങ്ങ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് പോലും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ മണി. അതുപോലെ ഓരോ ജില്ലയിലെ ഭാഷയും ഭക്ഷണവും സംസ്കാരവും പുതിയ തലമുറ സംവേദിക്കുന്ന ഭാഷയും. ഞാൻ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിലും സ്കൂളിലും പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം കുട്ടികളുടെ പുതിയ തലമുറയുടെ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഒന്നുമല്ല, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു ഭാഷയിലാണ്. ആ ഭാഷ എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു സിനിമ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് റിഫ്ലക്ഷൻ കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണ്. അതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പല കാര്യങ്ങളും അതിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയണമെന്ന് ഓർത്താ പിന്നെ അതൊരു കോൺട്രവേഴ്സി ആവുന്നുള്ളത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. വിവാദങ്ങൾ മാത്രമാണ് സിനിമയെ കുറിച്ച് പറയുമെങ്കിലും ഒരുപാട് മനോഹരങ്ങളായ കോൺട്രിബ്യൂഷൻസ് ഈ അടുത്ത കാലത്ത് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ മേധാവി ശ്രീ ജെയിൻ, അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ സമരം നടക്കുന്ന സമയത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ MLA ആയിരിക്കുന്ന 2015 എൻ്റെ ഓർമ്മ. അന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പായ കപാട്ടിയാണ് ഇന്ന് ക്യാൻസിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം വാനോളം ഉയർത്തിയത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് മലയാളികളായിട്ടും ഇന്ത്യക്കാരായിട്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ്. അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കൂടുതൽ ചർച്ചകളും ഇതുപോലുള്ള ഫെസ്റ്റിവൽസും ഏറെ പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം സിനിമ എന്ന ആശയത്തിന് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അത് പുതിയ തലമുറ തന്നെ വ്യത്യസ്തമായ രീതികളിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. സമൂഹത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും ആളുകളിൽ നിന്നും നല്ല സിനിമകൾ പുറത്തു വരാറുണ്ട്. അതിന് മലയാള സിനിമയ്ക്ക് പ്രത്യേകം ഈ അടുത്ത കാലത്ത് വലിയ അപ്രിസിയേഷൻസ്, അധികം പണം ചെലവഴിക്കാതെ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിങ് ഇല്ലാതെ നല്ല സിനിമകൾ മലയാളത്തിന് ദേശീയ തലത്തിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സും പോലുള്ള മാധ്യമങ്ങൾ ഉള്ളപ്പോൾ നമ്മൾക്ക് എല്ലാ ഭാഷയിലെയും സിനിമ ഒരിടയ്ക്ക് ട്രെൻഡിങ് കൊറിയൻ സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ സബ് ടൈറ്റിൽസ് കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്പാനിഷും കൊറിയനും നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ മലയാളം സിനിമയ്ക്ക് വലിയ അംഗീകാരം നേടിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ് പോയത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അയാളുടെ കഴിവ് കൊണ്ട് കാൻ ചലച്ചിത്രമേളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ സിനിമ എന്ന മാധ്യമത്തെ വളരെ പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോം 15 വർഷമായിട്ടുള്ള നിയോ ഫിലിം സ്കൂളും ഈ ഫിലിം ഫെസ്റ്റിവലും എല്ലാം
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന്റെ പ്ലാറ്റ്ഫോമായി മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നു. ഇപ്പോൾ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശ്രീ ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മെമ്മോറിയൽ എന്ന് പറയുന്നത് നഗരത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാശയമാണ്. അല്ലെങ്കിൽ പരമ്പരാഗതമായ ഒരു കെട്ടിടം പണിയുമ്പോൾ ഉണ്ടാകുന്ന എസ്തറ്റിക്സിൽ നിന്ന്, അക്വാസ്റ്റിക്സിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതൊരു ബിൽഡിംഗ് മാത്രമല്ല, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളൊരു സർക്കാർ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇത്ര കമ്പിയും സിമെന്റും ഉപയോഗിച്ച് കെട്ടുന്ന ഒരു കെട്ടിടം എന്നതിനപ്പുറമായി അവിടെ അതിന് അനുയോജ്യമായ ഒരു ലൈഫ് സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ഒരു പെർഫോമിംഗ് ആർട്സ് സെന്ററായി മഹാകവിജി സ്മാരകം മാറുമ്പോൾ ബോംബെയിലെ പൃഥ്വി തിയേറ്റർ പോലെ നമുക്ക് 1000-2000 പേരൊന്നും ഇരിക്കണ്ട, നമ്മൾക്ക് 100 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന നല്ലൊരു തിയേറ്റർ ഉണ്ടെങ്കിൽ, പെർഫോമിംഗ് ആർട്സിന് വേണ്ടി ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ, സിനിമ ഡിസ്കസ് ചെയ്യാനും സിനിമ സംരക്ഷണം ചെയ്യാനും അത് ചർച്ച ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ മാറ്റം നമ്മുടെ കലാ ആസ്വാദകരുടെ ഇടയിൽ ഉണ്ടാകും, കലാപ്രേമികളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിലിപ്പോ ജി സ്മാരകത്തിനാണെങ്കിലും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ച് പണം അനുവദിച്ചിരുന്നു. അപ്പോൾ പണം അല്ല, മനസ്സും സ്ഥലം ഒരു പരിമിതിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ അത്തരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സിനിമയ്ക്ക് കൂടുതൽ സ്പേസ് കിട്ടാനും നല്ല ഫിലിം മേക്കേഴ്സും നല്ല ആർട്ടിസ്റ്റുകളും ഫിലിമിന്റെ ടെക്നോളജിയും അതിന്റെ സാങ്കേതിക വൈഭവവും കൈകാര്യം ചെയ്യുന്ന ആളുകളുമെല്ലാം സമൂഹത്തിൽ കടന്നു വരുമെന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ ഒരുപാട് ക്ഷണിക്കപ്പെട്ട ആളുകളുണ്ട്. എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ ഇതൊരു തുടക്കമായിക്കൊണ്ട് ഇനിയും ഒരുപാട് ദൂരം അതിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.